ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. സമാധാനമില്ല ഭൂമിയിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. സമാധാനമില്ല ഭൂമിയിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. ദൈവത്തിൻ പൈതങ്ങൾക്ക് ആനന്ദം ധരണിയിൽ ക്ലേശിപ്പലവലേശം സാധ്യമല്ല. ദൈവത്തിൻ പൈതങ്ങൾക്ക് ആനന്ദം ധരണിയിൽ ക്ലേശിപ്പലവലേശം സാധ്യമല്ല. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. ജനിച്ചു പ്രവൃത്തി ചെയ്തു മരിച്ചു മൂന്നാം ദിനത്തിൽ മരണത്തെ ജയിച്ചേശു ഉയരത്തിൽ പോയി. ജനിച്ചു പ്രവൃത്തി ചെയ്തു മരിച്ചു മൂന്നാം ദിനത്തിൽ മരണത്തെ ജയിച്ചേശു ഉയരത്തിൽ പോയി. പാപവും ശാപവും നീക്കി താൻ ജയം നൽകി പാപികൾക്ക് അവൻ നിത്യശാന്തി നൽകി. പാപവും ശാപവും നീക്കി താൻ ജയം നൽകി പാപികൾക്ക് അവൻ നിത്യശാന്തി നൽകി. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. ദൈവരാജ്യവാസന്നമായി മാനം തിരിവിൻ പാടുവിന്നവതാരമറിയിപ്പിൻ സുവിശേഷം ദൈവരാജ്യവാസന്നമായി മാനം തിരിവിൻ. യെരിഹോവിൻ മതിലുകൾ തകർത്തിടാൻ ഉണരുവിൻ കാഹളം മുഴക്കിടാം ദൈവജനമേ. യെരിഹോവിൻ മതിലുകൾ തകർത്തിടാൻ ഉണരുവിൻ കാഹളം മുഴക്കിടാം ദൈവജനമേ. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ
നമ്മെ വിട്ടു പായുകയായി. യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടവരും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായ വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടത്? വളരെ കൃത്യമായി കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു കൊടുത്തു. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കണം, തൻ്റെ ക്രൂശ് എടുക്കണം. രണ്ട് കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം തന്നെ 19-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഒരു പരീശനോട്, ഭക്തനായ ഒരു വ്യക്തിയോട്, അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട്, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് നല്ല ചോദ്യം ചോദിച്ച ആ പരീശനോട് കർത്താവ് പറയുന്ന മറുപടി: സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. നീ കുറെ സമ്പന്നനാണ്, അവൻ ഭൗതികമായ സമ്പത്തുണ്ട്. അവന് ഭൗതികമായ സമ്പത്തുണ്ട് എന്നുള്ളതിനേക്കാളും അപകടകരമായ സ്ഥിതി അവൻ ന്യായപ്രമാണങ്ങളെല്ലാം അച്ചട്ടായി ആചരിക്കുന്നവനാണ് എന്നുള്ളതാണ്. ഞാൻ എല്ലാം കൃത്യമായി ആചരിക്കുന്നു. ഓർമ്മ വച്ച നാൾ മുതൽ, ബാല്യം മുതൽ ഞാൻ ന്യായപ്രമാണം എല്ലാം ആചരിച്ചു പോരുന്നു. അവൻ നല്ല പ്രാഗൽഭ്യത്തോടാണ് കർത്താവിനോട് പറയുന്നത്. എന്നാൽ കർത്താവിനോട് പറഞ്ഞു, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അതിൽ കുറഞ്ഞ ഒന്നല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. സൽഗുണപൂർണനാകുക. ആരാണ് സൽഗുണപൂർണൻ? കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അവനെ അനുഗമിപ്പാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ, ആരങ്ങനെ തീരുമാനിക്കുന്നുവോ, ആരങ്ങനെ ചിന്തിക്കുന്നുവോ, ആരങ്ങനെ ആഗ്രഹിക്കുന്നുവോ, അവൻ സൽഗുണപൂർണനാകേണ്ടതാണ്. അവന് ക്രിസ്തുവിനെ പോലെ തന്നെയാകേണ്ടതാണ്. ക്രിസ്തുവിൻ്റെ അതേ സാദൃശ്യവും സ്വരൂപവും തേജസ്സും പ്രാപിക്കേണ്ടവനാണ്. അതിൽ കുറഞ്ഞ ഒരു ലക്ഷ്യം ക്രിസ്ത്യാനിക്കുണ്ടാകാൻ പാടില്ല. ആ ലക്ഷ്യം ഇന്ന് എത്ര പേർക്കുണ്ട്? എത്ര പേരുടെ പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു വിഷയമുണ്ട്? എത്ര പേരുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്? മറ്റുള്ള മുമ്പിൽ സ്ഥാനം വേണം, മാനം വേണം, മറ്റുള്ളവരെല്ലാം മാനിക്കണം, രോഗമില്ലാതെ, അപകടങ്ങളില്ലാതെ, ആപത്തുകളില്ലാതെ നല്ല സുഖമായി ഈ ഭൂമിയിൽ ജീവിക്കണം, മക്കൾ വേണം, വലിയ പദവികൾ വേണം, ഒരല്ലലുമില്ലാതെ ഒരലച്ചിലുമില്ലാത്തൊരു ജീവിതം. അതല്ല ക്രിസ്തീയ ജീവിതം. ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിൽ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ നാം പോകണം, പോയേ പറ്റൂ. കഷ്ടതയുടെ തീച്ചൂളയിലൂടെ നാം പോയേ ശുദ്ധീകരണം പ്രാപിക്കൂ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. വളരെ വ്യക്തമാണ്. ഇന്ന് അനേകർ കർത്താവിനെ കാണാത്തതിൻ്റെ രഹസ്യം ശുദ്ധീകരണം ആഗ്രഹിക്കുന്നില്ല, ശുദ്ധീകരണം പ്രാപിക്കുന്നില്ല. കഷ്ടതയിലൂടെ ശുദ്ധീകരണം, കഷ്ടതയിലൂടെ തേജസ്കരണം, ഇതെല്ലാം വേദോസ്തത്തിലെ വാക്യങ്ങൾ തന്നെയാണ്. ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന മനോഹരമായ അവസ്ഥകളാണ്. എന്നാൽ ഇതിനൊന്നിനും പോകാതെ യഹൂദസഭയിൽ നല്ല സ്ഥാനമുണ്ട്, സഭയിലെ പ്രമാണിയാണ്, വലിയ സമ്പന്നനാണ്, ന്യായപ്രമാണം എല്ലാം ആചരിക്കുന്നവനാണ്, ന്യായപ്രമാണം മുഴുവൻ പഠിച്ചവനാണ്, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവനാണ്, ഉപദേശിക്കാൻ യോഗ്യനാണ്, സഭയുടെ യഹൂദസഭയുടെ അതോറിറ്റിയാണ്, ഒരു തർക്കമൊന്നുമില്ല. അവന് ഇതെല്ലാം ഉണ്ടെങ്കിലും ആ കൂടെ നിത്യജീവൻ പ്രാപിക്കണം. സത്യത്തിൽ എത്ര ഭാഗ്യമാണ്! ഇതെല്ലാം ഉണ്ടായിട്ടും ഞാൻ നിത്യജീവൻ ഇല്ലാത്തവനാണെന്നുള്ള കാഴ്ചപ്പാടവനുണ്ടായിരുന്നല്ലോ. നല്ല ലക്ഷണമാണ്. അതുകൊണ്ടാണല്ലോ അവൻ പരസ്യമായി യേശുവിൻ്റെ മുൻപിൽ നടു റോഡിൽ വന്ന് മുട്ടുകുത്തിക്കൊണ്ട്, നല്ല ഗുരോ, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചത്. അങ്ങനെയെങ്കിലും ചോദിക്കുന്ന ക്രിസ്ത്യാനി ഇന്നുണ്ടോ? ഇല്ലല്ലോ. അത്രയും പോലും താഴുവാൻ മനസ്സുള്ളവനില്ലല്ലോ. പ്രിയപ്പെട്ടവർ, അവനെ കർത്താവ് സ്നേഹിച്ചു. കർത്താവിനെ നോക്കിയവനെ സ്നേഹിച്ചു. കർത്താവിനോട് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്. എത്രയോ കുറവുകളുമായിട്ടാണ് നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ഒരു കുറവ് നിനക്കുണ്ട്.
നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അവനെന്തെല്ലാമാണുള്ളത്? അവന് പറയാനുള്ളത്, ഞാൻ ജനത്തെ ഉപദേശിക്കുന്നവനാണ്, ന്യായപ്രമാണം അക്ഷരപ്രകാരം ആചരിക്കുന്നവനാണ്, ന്യായപ്രമാണ കൽപ്പനകളെല്ലാം പ്രമാണിക്കുന്നവനാണ്, നല്ല പ്രാഗൽഭ്യമാണ്, ഉന്നത ഹൃദയമാണ്. അവനറിയുന്നില്ല, കർത്താവിൻ്റെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ സൽഗുണപൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, ഒന്നുമില്ലാത്തവർക്ക് കൊടുക്കുക. എന്നിട്ട് എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. ആർക്കാണ് സ്വർഗത്തെ നിക്ഷേപം? എന്താണ് ഇന്ന് മനുഷ്യൻ്റെ ഹൃദയം സ്വർഗം അന്വേഷിക്കാത്തത്? മനുഷ്യൻ്റെ ഹൃദയം സ്വർഗത്തിന് വേണ്ടി ദാഹിക്കാത്തത് എന്തുകൊണ്ടാണ്? അവൻ്റെ ഹൃദയത്തിലില്ല, അവനവിടെ സമ്പത്തില്ല. അവൻ്റെ സമ്പത്ത് മുഴുവൻ ഈ ഭൂമിയിലാണ്. ഈ ഭൂമിയിൽ ഉദ്യോഗമുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, വസ്തുവകകളുണ്ട്, വാഹനമുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട്. അവിടെയാണ് അവൻ്റെ നോട്ടം. എന്നിട്ട് നിക്ഷേപമുള്ളിടത്ത് എൻ്റെ ഹൃദയം ഇരിക്കും, കർത്താവായ യേശു വ്യക്തമായി പറഞ്ഞു. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്താണ്? അനേകർ കൂട്ടമായി കൂടി പ്രാർത്ഥിക്കുന്നത്, രോഗം മാറണം, അപകടം മാറണം, അസുഖങ്ങളൊന്നും ഉണ്ടാകല്ലേ, എന്നെ അനുഗ്രഹിക്കണം, എന്നെ മറുപടിയായി അനുഗ്രഹിക്കണം, എനിക്ക് അനുഗ്രഹങ്ങളുടെ ഉത്തുംഗ ശൃംഗങ്ങളിൽ കയറിയിരിക്കണം. ആര് പഠിപ്പിച്ചതാണ്? എവിടെ നിന്ന് വന്നതാണ് ഈ പ്രാർത്ഥന? ഇതെല്ലാം ലൗകികമാണ്, ഇതെല്ലാം തനി ജഡീകമാണ്. ഇത് ആത്മാവിനോട് പോരാടുന്നതാണ്, ആത്മാവിൻ്റെ എതിരാണ്. കൃത്യമായി കർത്താവിനോട് പറഞ്ഞു, സ്നേഹത്തോടെ അവനോട് പറഞ്ഞു, അവനെ സ്നേഹിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, അവൻ അനുസരിക്കുന്നതിന് വേണ്ടി പറഞ്ഞു. സൽഗുണപൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്ന സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്നെന്നെ അനുഗമിക്കുക. ഒന്നുമില്ലാത്തവനായി നീ എൻ്റെ പിന്നാലെ വരിക. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഗലീല കടൽപ്പുറത്തിലൂടെ നടന്ന് ആദ്യമായി തൻ്റെ ശിഷ്യരാക്കുവാനായിട്ട് വിളിച്ച പത്രോസും അന്ത്രയോസും, അവരെങ്ങനെയാണ് യേശുവിനെ അനുഗമിച്ചത്? അവർ പടക് വിട്ടു, വല വിട്ടു, തൊഴിൽ വിട്ടു, കുടുംബം വിട്ടു, എല്ലാം വിട്ടവനെ അനുഗമിച്ചു. അങ്ങനെയാണ് ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടത്. ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടത് എങ്ങനെയാണ്? ഹൃദയത്തിൽ ഒന്നും കാണരുത്, എല്ലാം വിടണം. പ്രിയപ്പെട്ടവരെ, അത് ഹൃദയം കൊണ്ട് ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യാൻ പറ്റുമോ? സാധിക്കും, പരിശുദ്ധാത്മാവിനാൽ സാധിക്കും. നിങ്ങൾക്കറിയാം, സഹിയോൻ മാളികയിൽ കൂടിയിരുന്ന, പെന്തിക്കോസ്ത് നാളിൽ കൂടിയിരുന്ന 120 പേര്, അവരെന്തെല്ലാം കുറവുള്ളവരായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചതിന് ശേഷം അവരാരും മുന്നോട്ട് പോയില്ല, അവരാരും പാപത്തിലേക്ക് പോയില്ല. കാരണം അവരെ നടത്തുന്നത് പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഇതിന് നിങ്ങൾക്ക് മനസ്സാണോ? പൂർണ്ണമായി ദൈവഹിതത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് എൻ്റെ മേൽ വാഹനമേറിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ പരിശുദ്ധാത്മാവിനോട് എന്ത് കൽപ്പിക്കുന്നു അത് നിറവേറ്റാൻ സാധിക്കുമോ? സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ചെറുതും വലുതുമായ സകല കാര്യങ്ങളും ദൈവഹിതപ്രകാരം ചെയ്യാൻ ഒരു വ്യക്തിക്ക് സാധിക്കും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ അനുഭവിച്ച് നോക്കിയിട്ടുണ്ടോ? നിനക്ക് എന്തെങ്കിലും കുറവ് വരുമോ? നിനക്കൊരു കുറവും വരികയില്ല. നിന്റെ ഒരു സന്തോഷവും കർത്താവ് മുടക്കുകയില്ല. നിന്നെ കർത്താവ് മാനിച്ച് കൊണ്ടു നടക്കും. അവൻ നിന്നെ തേരിൽ കൊണ്ടു നടക്കും. പരിശുദ്ധാത്മാവ് നിന്നെ ചുമന്നുകൊണ്ട് നടക്കും. പക്ഷേ എൻ്റെ ചിന്തയായിരിക്കരുത്, എൻ്റെ ലക്ഷ്യം അതായിരിക്കരുത് ഞാൻ ഒന്നുമില്ലാത്തവനാകുക, ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. സ്തോത്രം. കഴിയുമോ പ്രിയപ്പെട്ടവര്? ഇത് ജഡത്തിൽ സാധിക്കുകയില്ല. ഇന്നത്തെ നിൻ്റെ സ്ഥിതി നിനക്ക് സാധിക്കുകയില്ല. നിനക്ക് ആത്മാവിനെ പ്രാപിക്കാമോ? കർത്താവേ, അതിനുള്ള ഒരുക്കം എനിക്ക് തരണമെന്ന് നിനക്ക് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊള്ളും. എത്രയോ നൂറ്റാണ്ടുകളായി കിരാതനായ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയവനായ പരിശുദ്ധാത്മാവ്, എത്രയോ അനുഭവങ്ങളുള്ളവനായ പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ നിന്നെ നടത്താൻ മതിയായവനല്ലേ? നിന്നെ കാക്കുവാൻ മതിയായവനല്ലേ? വിശ്വസിക്കാമോ പ്രിയപ്പെട്ടവർ? നിനക്കുള്ളതെല്ലാം പറ്റും ദരിദ്രർക്ക് കൊടുക്കുക. എന്നാൽ സ്വർഗത്തിൽ നിനക്ക് അപ്പോഴേ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവൂ. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി
ഹൃദയ കണ്ടുകൊണ്ട് കർത്താവിനെ കണ്ടുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ അവനെ സ്തുതിക്കാൻ കഴിയണമെങ്കിൽ നിന്റെ ഹൃദയം ഏകാഗ്രമായിരിക്കണം. നിന്റെ ഹൃദയം ക്രിസ്തുവിൻ്റെ മുഖത്തായിരിക്കണം. അത് സാധിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ വേറെ എന്തിനോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ, വേറെ എവിടെയെങ്കിലും നിനക്ക് പറ്റുമാനമുണ്ടെങ്കിൽ നിനക്ക് നിർമ്മലമായ സ്തുതി കിട്ടുകയില്ല, ഫ്ലുവൻ്റായ സ്തുതി കിട്ടുകയില്ല, സ്പോന്തേനിയസായി വരുന്ന നന്ദിയുടെ സ്തുതി കിട്ടുകയില്ല. സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ദൈവത്തിൻ്റെ ദാനമാണ്, ആരുടെയും കഴിവുകൊണ്ടല്ല. എല്ലാം കൃപയാണ്, എല്ലാം ദാനമാണ്. താഴ്ത്തി കൊടുത്താൽ, തങ്ങളെ തന്നെ താഴ്ത്തി കൊടുത്താൽ കർത്താവായ യേശു ഉറപ്പാണ്. നിനക്കുള്ളതെല്ലാം ദരിദ്രർക്ക് കൊടുത്താൽ സ്വർഗത്തിൽ നിനക്ക് നിശ്ചയമുണ്ടാകും. എന്താണ് സ്വർഗത്തിലെ നിശ്ചയവും? അവിടെ നിൻ്റെ സ്വത്ത് വേണ്ട, നിൻ്റെ കഴിവ് വേണ്ട, നിൻ്റെ മിടുക്ക് വേണ്ട, നിൻ്റെ ഉദ്യോഗ പവർ വേണ്ട, നിൻ്റെ ബാങ്ക് ബാലൻസ് വേണ്ട, ഒന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. നന്ദിയുള്ള ഹൃദയത്തിൽ ഉയരുന്ന സ്തുതി, നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുണ്ടോ ഹൃദയത്തിൽ? അത് ഹൃദയത്തിൽ ഉയരാറുണ്ടോ? എൻ്റെ കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കണം. കിട്ടുന്നവർ, അത് കിട്ടിയവർ ലഭിച്ച കൃപ വ്യർത്ഥമാക്കി കളയരുത് എന്ന് അപ്പോസ്തലൻ പൗലോസ് പറയും. ഒരു പാപത്തിലേക്ക് തിരിഞ്ഞാൽ മതി, കൃപ വ്യർത്ഥമാകും, സ്തുതി നിലയ്ക്കും, ഒരു സംശയമില്ല. സെഖരിയ പ്രവാചകൻ, ദൈവാലയത്തിൽ വേല ചെയ്യുന്നവനായ, ശുശ്രൂഷ ചെയ്യുന്നവനായ പ്രവാചകൻ, സെഖരിയ പുരോഹിതൻ. ആ പുരോഹിതൻ ദൈവശബ്ദം കേട്ടിട്ട് അവിശ്വസിച്ചപ്പോൾ സ്തുതി നിലച്ചുപോയി, വായടഞ്ഞുപോയി. പഴയ നിയമകാലത്ത് പോലും പ്രിയപ്പെട്ടവർ വ്യക്തമായി നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. സ്തുതി നിലച്ചു പോകും. ഒരു ചെറിയ ചിന്ത മതി. ഇതറിയാവുന്ന പരിശുദ്ധ പിതാക്കന്മാർ പറഞ്ഞു, ആലസത ലേശം ബാധിച്ചാൽ ആ ശുഭ വഴിക്ക് വശമതനായി ആത്മത്തെ സ്വയമേ നിഹരിക്കും. ദൈവം നിനക്ക് ദാനമായി തന്ന പരിശുദ്ധാത്മാവിനെ നിനക്ക് തന്നെത്താനെ കൊന്നുകളയാൻ വേറൊന്നും വേണ്ട. ഒരു ഒറ്റ ചിന്ത മതി, ഒരൊറ്റ അലസത മതി, ഒരു നിമിഷ നേരത്തേക്കുള്ള അലസത മതി, ഒരു ചിന്ത മതി. വരരുത്. വരാറെ പരിശുദ്ധാത്മാവ് കാത്തുകൊള്ളും. എന്നാൽ പരിശുദ്ധാത്മാവിനോട് മത്സരിച്ച്, പരിശുദ്ധാത്മാവിനോട് മർദ്ദലിച്ച് അവൻ്റെ കൃപയുടെ വലയത്തിൽ നിന്ന് പുറത്തു വന്നാൽ പോക്ക. സ്തുതി നിലയ്ക്കും, കൃപയുടെ വലയം മാറും, ശത്രു തന്നെ വളയം ചെയ്യും, ദൈവാത്മാവ് മാറിപ്പോവും. ഈ ഭൂമിയിൽ നമുക്ക് നിശ്ചയമുണ്ടെങ്കിൽ ഹൃദയം സ്വർഗത്തിലേക്ക് പോവുകയില്ല. ഈ ഭൂമിയിൽ ഒന്നുമില്ലാത്തവനായി നിന്നാൽ, ഈ ഭൂമിയിൽ ഒന്നുമില്ലാത്തവനായി നീ നിന്നാൽ, ഒരു ദരിദ്രനായി നീ തീർന്നാൽ നിന്റെ ഹൃദയം സ്വർഗത്തിലേക്ക് ഉയരും. അതാണ് സ്നേഹം. അതാണ് ദൈവത്തോടുള്ളതായ നിർമ്മലമായ സ്നേഹം. ആ സ്നേഹം നമുക്ക് ലഭിക്കാതെ, ആ സ്നേഹത്തിൽ നാം അധിഷ്ഠിതരായി നിൽക്കാതെ, ആ സ്നേഹമാകുന്ന പാറയിൽ നാം ഉറച്ചു നിൽക്കാതെ നമുക്ക് ജയജീവിതം സാധ്യമല്ല പ്രിയപ്പെട്ടവർ. ഏതാണ് ആ സ്നേഹം? കർത്താവായ യേശു പറഞ്ഞു, നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേറെ ആരെ സ്നേഹിക്കാൻ പറ്റും? ലോകത്തെ സ്നേഹിക്കാൻ ഇടമുണ്ടോ? അവിടെ പണത്തെ സ്നേഹിക്കാൻ ഇടമുണ്ടോ? സൗന്ദര്യത്തെ സ്നേഹിക്കാൻ ഇടമുണ്ടോ? ഈ ലോകത്തിലേക്ക് നോക്കാൻ ഇടമുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ, ഇല്ല. അത് സ്വാഭാവികമായി ലഭിക്കുന്നതാണ്. അതാരുടെയും കഴിവല്ല, ദൈവം തരുന്നതാണ്. ആ ഹൃദയം പ്രാപിച്ച് ഈ ഭൂമിയിൽ ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നവനാണ് സ്വർഗത്തിലേക്ക് സമ്പത്ത് അയക്കുന്നത്. എന്താണ് സമ്പത്ത്? നന്ദിയുടെ സ്തുതി. അത് സഭയുടെ പിതാക്കന്മാർ അനുഭവിച്ചിരുന്നു. അനുഭവിച്ച പിതാക്കന്മാർ ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു, സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നത്യവും സദായിപ്പോഴും ഇവിടെ കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗത്തിൽ സമ്പത്തുള്ളവരാക്കി ഞങ്ങളെ തീർക്കണമേ. ആ സമ്പത്തിന് എത്ര പേർക്കുണ്ട്? എന്നെല്ലാം ദരിദ്രരല്ലേ, നിസ്സഹായരായി നിൽക്കുകയല്ലേ? നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം.
കർത്താവേ, എൻ്റെ സ്ഥിതി ഒന്ന് മാറ്റിത്തരണമേ. നീ സൽഗുണമുടനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുവിന് പിന്നാലെ വരുന്നത്, യേശുവിന് ഇഷ്ടകരമായ കാര്യങ്ങൾ ചെയ്യുന്നത്, സ്വർഗം പ്രസാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എല്ലാം വിട്ട് നന്ദിയുടെ സ്തുതിയുമായി നീ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങണം. നീ സാധാരണക്കാരൻ്റെ മധ്യത്തിലേക്ക് ചെല്ലണം. താർക്കെല്ലാം പിടികിട്ടും, താർക്കെല്ലാം മനസ്സിലാവും. അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് ഇസ്രായേൽ പാളയങ്ങൾ അനേകർ കിടന്ന് മയങ്ങിക്കിടക്കുന്നു, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് നിൽക്കുന്നു. അവരോട് പോയി ഇത് അഭിചരസർപ്പത്തിലേക്ക് നോക്കിയാൽ നിനക്ക് രക്ഷപ്പെടാമെന്ന് പറയാൻ ആരെ കൊണ്ട് കഴിയും? അതിൽ നോക്കി രക്ഷപ്പെട്ടവൻ, ജീവിക്കുന്നവൻ, ശക്തി പ്രാപിച്ചവൻ, അവൻ പോയി പറയും. അങ്ങനെ ഈ തലമുറയിൽ ആരെങ്കിലും ഉണ്ടോ 10,000 വീണ്ടെടുക്കുവാൻ? സഹോദര, നീ ഇങ്ങനെ നശിക്കേണ്ട കാര്യമില്ല. ഞാനും നിന്നെപ്പോലെ കിടന്നവനാണ്. ഞാൻ ഒരു കാര്യം മാത്രം ചെയ്തു. ഞാൻ അങ്ങോട്ട് നോക്കി, പിച്ചസർപ്പത്തിലേക്ക് നോക്കി. ബുദ്ധിയിലൊന്നും എനിക്കറിയാൻ പാടില്ല, ശാസ്ത്രമൊന്നും എനിക്കറിയാൻ പാടില്ല. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ തലമുറയിലും പ്രസക്തമായ വാക്യം ആയിരിക്കുന്ന അവസരത്തിനൊക്കെ ഒന്ന് നോക്കാമോ? അവങ്കിലേക്ക് നോക്കാമോ? ക്രൂശിലേക്ക് നോക്കാമോ? പിച്ചസർപ്പത്തിലേക്ക് നോക്കാമോ? ശക്തി പ്രാപിച്ചിട്ട്, പുതുജീവൻ പ്രാപിച്ചിട്ട് നീ പാളയങ്ങളിലേക്ക് ഓടിച്ചെല്ലണം. നിന്റെ ദൗത്യം അതാണ്. ദൈവത്തിലെ നീ അങ്ങ് സ്വർഗത്തിലെത്തുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ലക്ഷോപലക്ഷങ്ങളെ വീണ്ടെടുക്കുവാനാണ് ദൈവത്തിനെ ആഗ്രഹിക്കുന്നത്. പോകാമോ? ജീവനുള്ളവനായി പോകാമോ? ശക്തി പ്രാപിച്ചവനായി പോകാമോ? അനേകരോട് ഇത് പറഞ്ഞു കൊടുക്കാമോ? അനുഭവ സമ്പത്ത് നേടാമോ? ഹല്ലേലൂയ, സ്തോത്രം. നാവിൽ ദൈവം സ്തുതി തരും. പ്രിയപ്പെട്ടവർ, നിനക്കുള്ള സൽഗുണമുടനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം പറ്റി ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. എന്തിനാണ് യേശുവിനെ അനുഗമിക്കേണ്ടത്? ഇല്ലാത്തവർക്ക് കൊടുക്കാൻ. ദൈവക്കളെ, എരിഹോവിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട യാത്രക്കാരൻ നഗ്നനായി, അക്തപ്രാണനായി, മുറിവേറ്റവനായി, ഹസ്തപ്രജ്ഞനായി അവൻ നടു റോഡിൽ കിടക്കുന്നു. പുരോഹിതനവനെ കണ്ടു, വഴിമാറിപ്പോയി. ഞാൻ കുറ്റം പറയില്ല. പുരോഹിതന് പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കാനുണ്ട്. അവന് മരിച്ചു കിടക്കുന്നവനാണെങ്കിൽ അവനെ തൊടാൻ പാടില്ല. ലേവൻ അവനെ കണ്ട് മാറിക്കടന്നുപോയി. ഞാൻ കുറ്റം പറയില്ല. ലേവിൻ്റെതായ ജോലിയുണ്ട്. അവൻ മരിച്ചു കിടക്കുന്നവനാണെങ്കിൽ അവനെ പോയി തൊട്ടാൽ അശുദ്ധനാവും, അവൻ്റെ ജോലി മുടങ്ങിപ്പോവും. അവൻ അങ്ങനെ ചെയ്തോട്ടെ. ഞാൻ അവരെ ആരെയും കുറ്റം പറയില്ല. എന്നാൽ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യൻ്റെക്ക് ചെന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, വാഹനമൃഗത്തിൽ നിന്ന് താഴെ ഇറങ്ങി അവൻ്റെ മുൻപിൽ മുട്ടുകുത്തി, അവനെ താങ്ങി എഴുന്നേൽപ്പിച്ച് അവൻ്റെ വായിലേക്ക് വീഞ്ഞ് പകർന്നു കൊടുത്ത് അവൻ്റെ മുറിവുകളെ എണ്ണ വെച്ച് കെട്ടി എടുത്ത് തൻ്റെ വാഹനമൃഗത്തിൽ കയറ്റി വഴിയമ്പലത്തിലെത്തിക്കുന്ന നല്ല ശമരിയാക്കാരെ ഇന്ന് ആവശ്യമുണ്ട്. ആ നല്ല ശമരിയാക്കാരൻ കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. അവനെ പിൻപറ്റാൻ മനസ്സുണ്ട്? അവനെ അനുഗമിപ്പാൻ മനസ്സുണ്ടോ? അവൻ ചെയ്ത വേല ചെയ്യാൻ നിനക്ക് മനസ്സുണ്ടോ? എൻ്റെ പിതാവിനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു വരുവേൻ ലോകസ്ഥാപന മുതങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിനെന്ന് അന്ത്യനായ വരിയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലത്ത് ഭാഗത്തോടോട് പറയുമ്പോൾ എന്താണ് അവർ ചെയ്തത്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു. അവർ ചോദിക്കും, കർത്താവേ, നീ എപ്പോഴാണ് ഞങ്ങളുടെ ഇരിക്കൽ വന്നത്? നീ എപ്പോഴാണ് വിശന്ന് ഞങ്ങളുടെ ഇരിക്കൽ വന്നിട്ട് ഞങ്ങൾ നിനക്ക് ആഹാരം തന്നത്? നീ ദാഹിച്ചെപ്പോഴാണ് ഞങ്ങളുടെ ഇരിക്കൽ വന്നത് ഞങ്ങൾ നിനക്ക് കുടിപ്പാൻ തന്നത്? ഞങ്ങൾക്ക് ഓർമ്മയില്ല കർത്താവേ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ കർത്താവേ. കർത്താവ് മറുപടി പറയും, എൻ്റെ ഈ ചെറിയവരിലൊരുത്തൻ നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാകുന്നു ചെയ്തത്. സഹോദരീ സഹോദരങ്ങളെ, നിന്റെ പടിപ്പുരക്കിൽ കിടക്കുന്ന ലാസറിനെ നോക്കിയോ? പാപത്തിൻ്റെ ആഴത്തിൽ കിടക്കുന്ന അനേകരെ നീ വീണ്ടെടുത്തു. ദൈവം നിനക്ക് തന്നതായ കഴിവുകൾ നീ ഉപയോഗിച്ചുവോ? ദൈവം നിനക്ക് തന്നതായ പണം നീ അതിനു വേണ്ടി ഉപയോഗിച്ചുവോ?
ദൈവം നിനക്ക് തന്നതായ സ്വാധീനം നീ ഉപയോഗിച്ചു. നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് തന്നെ വിശ്വസതയോടെ നിന്നോ, ആത്മാക്കളെ നേടിയോ. അതുതന്നെയാണ് അടുത്ത ഭാഗത്തുള്ളവരോട് കർത്താവ് പറഞ്ഞത്, ശപിക്കപ്പെട്ടവരെ പിശാചിനും ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്നതായ നിത്യനരകത്തിലേക്ക് പോകുകയും നിങ്ങളിലേക്ക് വിശന്നു ഭക്ഷിപ്പാനെന്നില്ല, എനിക്ക് ദാഹിച്ചു നിങ്ങളെ കുടിപ്പാനെന്നില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ട് ആശ്വസിപ്പിച്ചില്ല, പരിചരിച്ചില്ല. ഞാൻ തടവിലായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടില്ല. അവർ ചോദിക്കും, കർത്താവേ നീ അങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നില്ലല്ലോ, നീ വിശന്നവനായ ഞങ്ങളുടെ അടുത്തേക്ക് വന്നില്ലല്ലോ, ദാഹിക്കുന്നവനായ ഞങ്ങളുടെ അടുത്തേക്ക് വന്നില്ലല്ലോ. ഉടനെ കർത്താവ് പറയും, എൻ്റെ ഈ ചെറിയ വല്ലൊരുത്തരം നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ പാപത്തിൻ്റെ ആഴത്തിൽ കിടന്ന് വലയുമ്പോൾ, തകരുമ്പോൾ അവനെ വീണ്ടെടുക്കുവാൻ, അവനെ ഉദ്ധരിക്കുവാൻ, അവനെ ചുമക്കുവാൻ, അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടുവാൻ, അവൻ്റെ വായിലേക്ക് പുതുവീഞ്ഞ് പകർന്നു കൊടുക്കുവാൻ മനസ്സുണ്ടോ പ്രിയനെ? പുതുവീഞ്ഞുമായി അവൻ്റെ ഇടയ്ക്കിലേക്ക് ചെല്ലാൻ നിനക്ക് മനസ്സുണ്ടോ? നിൻ്റെ കാലിപ്പാത്രങ്ങൾ വീഞ്ഞ് നിറച്ചു തരും, നിൻ്റെ കുപ്പിയിൽ അവൻ എണ്ണ നിറച്ചു തരും. ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? കർത്താവായ യേശുക്രിസ്തു നോക്കി നിൽക്കുന്നു. തകർന്നവൻ തുടങ്ങിയതുമായ ഹൃദയത്തെ രസിക്കാത്തവൻ, താവേ ഞാൻ ഒന്നുമില്ലാത്തവനായ എൻ്റെ അരികിലേക്ക് വരുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് അത് പറഞ്ഞ മാത്രയിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് അവനെ നിറച്ച ദൈവം എന്നും ജീവിക്കുന്ന ദൈവമല്ലേ? അവൻ ഇന്ന് സ്വർഗത്തിൽ ഇല്ലേ? അവനല്ലേ നിങ്ങളുടെ ഹൃദയങ്ങളോട് ഇപ്പോൾ വാരിച്ചുകൊണ്ട് നിൽക്കുന്നത്? നമുക്ക് താഴാം. ത്രഗണപൂർണനാകുവാൻ നിശ്ചയിക്കുന്നുവെങ്കിൽ നീ തന്നെ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിശ്ചയമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. യേശുവിനെ അനുഗമിക്കുവാനുള്ള യോഗ്യത നേടിക്കൊണ്ട് നീ യേശുവിൻ്റെ പിന്നാലെ ചെല്ലുക. വളരെ വ്യക്തമായ കർത്താവായ യേശു ക്രിസ്തു താൻ തൻ്റെ ജനത്തോട് വിളിച്ചു പറഞ്ഞു. നമുക്ക് വീണ്ടും ഒരു വാക്യം കൂടെ വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 25-26 വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു: പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു. മോശയുടെ കാര്യമാണ് ഈ പറയുന്നത്. 40 വയസ്സുവരെ മിസ്രയീമിലെ കൊട്ടാരത്തിൽ വളർന്നവനായ മോശ 40-ാമത്തെ വയസ്സിൽ മിസ്രയീമിലെ നിക്ഷേപങ്ങൾ കണ്ടു, ഭണ്ഡാരപ്പുര തുറന്നു കണ്ടു, മല പോലെ കൂട്ടിയിട്ടിരിക്കുന്ന സ്വർണവും പൊന്നും കണ്ടു. അടുത്ത ഫറവോനാകേണ്ടവനായ മോശ, ഇപ്പോൾ ഭരിക്കുന്ന ഫറവോന് ശേഷം ഫറവോനായിരിക്കേണ്ടവനായ മോശ, എവിടെ നിന്ന് കിട്ടി പ്രിയപ്പെട്ടവരെ ഈ കാഴ്ചപ്പാട്? മിസ്രയീം കൊട്ടാരത്തിലെ മ്ലേച്ഛതകളുടെ നടുവിൽ ജീവിച്ചവനായ മോശ പറയുന്നു, പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു. എത്ര പറഞ്ഞാലും തീരില്ല, മണിക്കൂറുകൾ പറഞ്ഞാൽ തീരുകയില്ല. മോശയുടെ കാഴ്ചപ്പാട്. എത്ര ക്രിസ്ത്യാനിയുണ്ട്? മോശ ഇരിക്കുന്ന പർദീസായിൽ ഞാനും എത്തുമെന്ന് പറയുവാൻ അഭിമാനത്തോടെ പറയാൻ എത്ര ക്രിസ്ത്യാനിയുണ്ട്? എത്ര വിശ്വാസിയുണ്ട്? പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. സ്തോത്രം. തൃണവൽഗണിച്ചു, വിലയില്ലാത്തതായി കണ്ടു. എന്താണ് വിലയുള്ളത്? മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു. ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന നിന്ന, അത് ധനമെന്നെണ്ണി. ദൈവമേ, നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ കർത്തത്തിൽ പകരാം. നമുക്ക് അങ്ങനെ ആഗ്രഹം നിങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനെ ആഗ്രഹിക്കാൻ നിങ്ങൾക്ക് മനസ്സാണോ? പരിശുദ്ധാത്മാവാൻ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം നട്ടു തന്നാൽ കീഴ്പ്പെട്ട് നിൽക്കാമോ? അനുസരിച്ച് നിൽക്കാമോ? പരിശുദ്ധാത്മാവ് നടത്തുന്നത് പോലെ നടക്കാമോ? മനസ്സുണ്ടോ? പ്രിയപ്പെട്ടവർ, മോശ നഷ്ടപ്പെട്ടു പോയില്ല. മോശ മിസ്രയീം കൊട്ടാരം വിട്ടോടി. യോസേപ്പ് പൊത്തിഫറിന്റെ ഭവനത്തിൽ മ്ലേച്ഛത വിട്ടോടി. ദാനിയേൽ രാജാവിന് മുമ്പ് നമസ്കരിക്കാറ് മാളിക മുറിയിലേക്ക് കയറി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തോടുള്ള ഏകാഗ്ര ഹൃദയം അവരാരും നഷ്ടപ്പെടുത്തിയില്ല. അവരൊക്കെ പർദീസായിൽ വിശ്രമിക്കുന്നു. നമുക്കവിടെ എത്തണ്ട്. എൻ്റെ മരണമാണോ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണോ ആദ്യം നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ.
കർത്താവ് രണ്ടാമത്തെ വരവ് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധാത്മാവിനാൽ നിറയാം. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. നമുക്ക് നമ്മുടെ തകളെ വണക്കാൻ നമുക്ക് സമർപ്പിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആളെ പ്രതി അനുഗ്രഹിക്കണമേ. സമർപ്പിച്ച ഓരോ ദൈവമക്കളുടെയും മേൽ അവിടുത്തെ പരിശുദ്ധ കരം വയ്ക്കണമേ. തിരു രക്തത്താഴടി ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ശത്രുവിനെ ബലസിച്ചകറ്റണമേ. എൻ്റെ സകല അവകാശത്തെ ഞങ്ങൾ നീക്കണമേ. അധികാരത്തോടെ അവിടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമേ. ആളെ പ്രതി അനുഗ്രഹിക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. മാനവും മുഖത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.